കോവിഡ് കാലത്ത് മരുന്നും ഉപകരണങ്ങളും വാങ്ങി ഇടപാടുകളിൽ 50 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഓഡിറ്റ് റിപ്പോർട്ട്. N95 മാസ്ക് വാങ്ങിയതിൽ 8 കോടി രൂപയുടെയും PP കിറ്റ് വാങ്ങിയതിൽ 5 കോടി രൂപയുടെയും നഷ്ടമുണ്ടായി എന്നാണ് റിപ്പോർട്ട്. റിനു ശ്രീധർ വിവരങ്ങൾ മറ്റുന്നു. റിനു, കുറഞ്ഞ വിലയ്ക്ക് PP കിറ്റ് കിട്ടുമെന്നിരിക്കെ കൂടിയ വിലയ്ക്ക് വാങ്ങി അതിൽ അഴിമതി ആരോപണം KK ശൈലജയ്ക്കെതിരെ നേർക്കുനേർ ഉന്നയിക്കുകയായിരുന്നു ഒരു സമയത്ത് പ്രതിപക്ഷം. ആ സമയത്ത് ഇപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? ഹാഷ്മി, നമുക്കറിയാം കോവിഡ് കാലത്ത് വലിയ രീതിയിലുള്ള ആ ഒരു നഷ്ടം സർക്കാരിന് ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇതിൽ വലിയ അഴിമതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആരോപണമായി ഉയർന്നു വന്നത്. അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കെതിരെ ഒരു ഇരട്ടപ്പേര് പോലും പ്രതിപക്ഷം ഇട്ട് വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വഴിവെക്കുന്ന ഒരു ഇത് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യാപകമായിട്ടുള്ള നഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ്. ഏകദേശം 50 കോടി രൂപയുടെ നഷ്ടം ഇതിലെ അതായത് മാസ്ക്, അതുപോലെ തന്നെ മറ്റു മരുന്ന്, PPE കിറ്റ് ഉൾപ്പെടെ വാങ്ങിയതിലുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ 2021-22 ഓഡിറ്റ് റിപ്പോർട്ടിൽ നമുക്ക് ആ ഓഡിറ്റ് റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട്. അതിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും മരുന്നും PPE കിറ്റും അടക്കം വാങ്ങിയത് വില കൂടിയ നിരക്കിലാണ്. അതായത് കമ്പനികളിൽ നിന്ന് നേരിട്ട് വില കുറഞ്ഞു വാങ്ങാം എന്നിരിക്കെ ഏജന്റുമാർ വഴി വാങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നത്. N95 മാസ്ക് വാങ്ങിയതിൽ മാത്രം 8 കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാരിന് ഉണ്ടായത്. PPE കിറ്റ് വാങ്ങിയതിൽ 5 കോടി രൂപയുടെ നഷ്ടവും ഉണ്ടാകി എന്നുള്ളതാണ്. വാങ്ങിയ വിലയേക്കാൾ PPE കിറ്റും മാസ്കും ഉൾപ്പെടെ കുറച്ച് വില, അതായത് വില കുറച്ച് വിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കമ്പോളങ്ങളിൽ അതിനേക്കാൾ വില കുറവായതുകൊണ്ട് തന്നെ വാങ്ങിയ വിലയേക്കാൾ കുറച്ച് വിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ വലിയ രീതിയിലുള്ള ഒരു സ്റ്റോക്ക് നിലനിരിക്കെ തന്നെ കൂടുതൽ സാധനങ്ങൾ PPE കിറ്റ് അടക്കം, മരുന്നുകൾ അടക്കം, മാസ്ക് അടക്കം വാങ്ങിക്കൂട്ടി എന്നുള്ളതാണ്. ഈ കോവിഡിന്റെ സാഹചര്യം ഒഴിഞ്ഞതിന് ശേഷവും കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു എന്നുള്ളതും ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അടിയന്തര സാഹചര്യം എന്ന് വിലയിരുത്തിയാണ് ഈ മരുന്നുകളെല്ലാം തന്നെ വാങ്ങിയത്. ഒപ്പം വിദഗ്ധ സമിതി ചില മരുന്നുകൾ വാങ്ങേണ്ട എന്നുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് പക്ഷേ ആ മരുന്നുകൾ പോലും വാങ്ങിക്കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഇത് വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമായി എന്നുള്ളതാണ്. 74 പേജ് അടങ്ങുന്ന ഓഡിറ്റ് റിപ്പോർട്ട് KMSCL മാനേജിംഗ് ഡയറക്ടർക്ക് കൈമാറിയിട്ടും ഉണ്ട്. ആഷ്മി, ഓക്കെ. റിനു ശ്രീധറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കോടികളുടെ നഷ്ടം ആ പർച്ചേസിൽ ഉണ്ടായി എന്നുള്ളതാണ് ഓഡിറ്റ് റിപ്പോർട്ട്. നേരത്തെ CAG റിപ്പോർട്ടും സമാനമായ രീതിയിൽ പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ച ആരോപണം തന്നെയായിരുന്നു ഇതൊക്കെയും. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലമാണ്, ആരോപണം കൂടുതൽ കടുപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.